നീണ്ടകരയിൽ കടലിൽ കാണാതായ മകനായുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മയുടെ സമരം. കോസ്റ്റൽ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നാണ് നീണ്ടകര സ്വദേശി രേഷ്മ പ്രതിഷേധിച്ചത്. നാളെ മുതൽ വിദഗ്ധ സംഘം തെരച്ചിൽ നടത്തുമെന്ന ഉറപ്പിൽ രേഷ്മ സമരം അവസാനിപ്പിച്ചു. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ ജിജിക്കെതിരെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിച്ചെന്നുള്ളതല്ലേ അപ്പൊ എന്റെ സത്യം. ഞാനിപ്പോ ഡിമാൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരാമെന്ന്. ഇനി വന്ന് ഞാൻ ഉദ്ദേശിച്ച ആള് മന്ത്രി സാഹിബ് ഇവിടെ എത്താതെ ഞാൻ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമല്ല. ഇവിടെ കിടന്ന് ഒരാഴ്ച മുൻപാണ് അച്ഛനും മുത്തച്ഛനുമൊപ്പം കടലിൽ പോയ ഗൗതം കൃഷ്ണയെ വള്ളം മറിഞ്ഞ് കാണാതാകുന്നത്. അച്ഛന്റെയും മുത്തച്ഛന്റെയും മൃതദേഹം നേരത്തെ കണ്ടെത്തി. എന്നാൽ ഗൗതമിനെ കണ്ടെത്താനായില്ല. ഇതിനു പിന്നാലെയാണ് മകനെ കണ്ടെത്താൻ അധികൃതർ ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി രേഷ്മ കോസ്റ്റൽ സ്റ്റേഷനിലെത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും സ്കൂബ ടീമിനെ അടക്കം തെരച്ചിലിന് നിയോഗിക്കണമെന്നും രേഷ്മ ആവശ്യപ്പെട്ടു. ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പൊ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ഒരു അമ്മ ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം തുടരുമെന്ന് രേഷ്മ അറിയിച്ചതിനു പിന്നാലെ മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും CPIM പ്രവർത്തകരും പിന്തുണയുമായി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി. റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെ നടത്തണം എന്നത് നമ്മളെന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് തന്നെയുള്ള 150ഓളം മത്സ്യത്തൊഴിലാളിയുടെ മക്കളെ പോലീസ് റെസ്ക്യൂ സേനയായി പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗോവയിൽ വിട്ടാണ് നമ്മളന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തത്. ആ സേന നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് ഈ വെതർ വാർണിംഗ് ഉള്ള സമയത്തും അവർക്ക് പോകാനും അന്വേഷണം നടത്താനും കഴിയുന്ന ശേഷിയുള്ളവരാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സംവിധാനമുണ്ട്, ബോട്ടുണ്ട്, അതിനാവശ്യമായ സേനയുണ്ട്. അപ്പോൾ അവരെ എന്തുകൊണ്ട് ഇതുവരെ ഉപയോഗിച്ചില്ല? തെരച്ചിലിനായി വിദഗ്ധ സംഘം നാളെ കൊല്ലം തീരത്തെത്തുമെന്ന ഉറപ്പിന്മേൽ രേഷ്മ സമരം അവസാനിപ്പിച്ചു. നാളെ 6:30 അവർ ചേട്ടെ, നാളത്തെ ഒരു ദിവസം ഞാൻ നോക്കട്ടെ, ബാക്കി പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള സമയം ഞാനും കൊടുക്കണ്ടേ. പറഞ്ഞ രീതിയായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. നമുക്കപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നത്തെ കാര്യം നമുക്ക് നാളെ എന്തായാലും ഒരു ദിവസം അവർക്ക് ഞാൻ കൊടുക്കുന്നു. അതേസമയം കടലാക്രമണ മുന്നറിയിപ്പും ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നിലനിൽക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവർ ചെറിയ വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയതെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെയും പോലീസിന്റെയും വിശദീകരണം. അപകടം നടന്നതു മുതൽ സാധ്യമായ രീതിയിലെല്ലാം തെരച്ചിൽ നടത്തിയെന്നും അധികൃതർ പറയുന്നു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ ജിജിക്കെതിരെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അച്ഛനെ കാണാതായി തകർന്നു നിൽക്കുന്ന മകൾക്ക് നേരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് അധിക്ഷേപം. കുടുംബത്തിന്റെ പരാതിയിൽ എന്തുകൊണ്ട് ഫിഷറീസ് മന്ത്രി ഇടപെടുന്നില്ലെന്ന ചോദ്യത്തിന് അത് തീരപ്രദേശമല്ലേ, മുൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താണ് ഉണ്ടായത് എന്നറിയാമല്ലോ എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിലെ VD സതീഷിന്റെ മറുപടി. ഇത് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതാണെന്ന് ജിജി വിമർശിച്ചിരുന്നു. ഇതോടെയാണ് സൈബർ ആക്രമണം തുടങ്ങിയത്. അന്വേഷണത്തിനെ മാറിമറിപ്പിക്കാനുള്ള ചില വിട്ടി തന്ത്രങ്ങളായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയെങ്കിൽ അവിടെ പിടിച്ചിറക്കാനുള്ള റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അപ്പം അവർ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം. മിസ്റ്റർ, യു ആർ ദ പബ്ലിക് സർവൻറ്റ്. ആ സെർവ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, വീണ്ടും ചോദിക്കും. ചോദ്യങ്ങൾ ചോദിച്ചത് സർക്കാരിനോടാണ്, അതിൽ പാർട്ടിയില്ല. VD സതീശനായാലും പിണറായി വിജയനായാലും ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ജിജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മഴക്കാലത്ത് ജോലിക്ക് പോകാനാകാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്നും ജിജി വിമർശിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടും ജോണിനെ കണ്ടെത്താനായിട്ടില്ല. ഇന്നാണ് തെരച്ചിൽ ഊർജിതമാക്കാമെന്ന് ജില്ലാ കലക്ടർ ഉറപ്പ് നൽകിയത്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, കൊല്ലം.